പ്രജിത, ഇന്ത്യ പാകിസ്ഥാന് മേലെടുത്ത ഈ ഒരു ചെറിയ സൈനിക നടപടി, ഈ സൈനിക നടപടിക്ക് പാകിസ്ഥാനെതിരെ എടുത്ത സൈനിക നടപടിക്കൊപ്പം ഈ ബംഗ്ലാദേശിനിട്ടും ചെറിയൊരു പണി കൊടുത്തിട്ടുണ്ട്. അതെ, അതിൻ്റെ ഭാഗമായിട്ട് എന്നും പറയാൻ പറ്റില്ല. നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട്, അതായത് ബംഗ്ലാദേശിനെതിരെയും എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ്. കഴിഞ്ഞിടയ്ക്കൊക്കെ ബംഗ്ലാദേശിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്, അത് ചർച്ചയാവുകയും ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് തുർക്കിക്കും അസർബൈജാനുമാണ്. അത് ആ ഒരു വിഷയത്തിൽ, അതായത് പെഹൽഗാം വിഷയത്തിൽ അവർ പാകിസ്ഥാനൊപ്പം നിലകൊണ്ടതുകൊണ്ടാണ്. അതായത് അവർ പാകിസ്ഥാനൊപ്പം നിലകൊള്ളുന്നു, ഏത് രാജ്യത്തിനൊപ്പം നിലകൊള്ളുന്നു എന്നതിനേക്കാൾ ഉപരി ആ രാജ്യം പ്രോത്സാഹിപ്പിക്കുന്നത് ഭീകരതയായതുകൊണ്ടും ആ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടുമാണ് ഇന്ത്യക്ക് അവിടെ നിലപാട് പറയേണ്ടി വന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിനോടും. ബംഗ്ലാദേശ് കുറെ കുത്തിത്തിരിപ്പുണ്ടാക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും യൂനിസ് സർക്കാർ അവിടെ പല കളികളും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട് താനും. അപ്പോൾ ഇന്ത്യക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. അത് ആഗോളതലത്തിൽ പറയുമ്പോഴും എങ്ങനെ പറഞ്ഞാലും അത് ഭീകരതയ്ക്കെതിരായ നിലപാടാണ്. ഭീകരതയെ വച്ചു പൊറപ്പിക്കുന്ന രാജ്യമല്ല ഇന്ത്യ, അതിന് വിട്ടുകൊടുക്കുകയുമില്ല രാജ്യത്തെ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ സൈനികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും നയതന്ത്രപരമായിട്ടാണെങ്കിലും ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ അതുമേൽ എന്താ പറയുക ശക്തമായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ലിസ്റ്റിലേക്കാണ് ബംഗ്ലാദേശും കടന്നു വന്നിട്ടുള്ളത്. വ്യാപാര ആവശ്യങ്ങൾക്ക് പോലും ഇനി ഒരു ഇന്ത്യക്കാരനും ഇനി ഈ പറയുന്ന അസർബൈജാൻ, തുർക്കി, ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളെയൊന്നും പോകേണ്ടി വരില്ല, ആശ്രയിക്കേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ്. പിന്തുണയ്ക്കുകയുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങൾ, ബംഗ്ലാദേശിനെതിരെ ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങളുമൊക്കെ അത്തരത്തിലാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ റെഡിമെയ്ഡ് തുണിത്തരങ്ങളുണ്ട്, സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ തുറമുഖങ്ങൾ വഴിയുള്ള ഇറക്കുമതിക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ മേഘാലയ അസം ദേശീയപാതയുടെ നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടുണ്ട് ഇന്ത്യ. അത് മറ്റൊരു 8-ന്റെയോ 18-ന്റെയോ പണി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ അനുമതി നൽകിയിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരായിട്ടുള്ള മുഹമ്മദ് യൂനിസിന്റെ വിടുവായുത്തത്തിന് ഇന്ത്യ മറുപടി നൽകിയത്. അതായത് യൂനിസ് പറഞ്ഞത് വടക്കു കിഴക്കൻ ഇന്ത്യ കരയാൽ ചുറ്റപ്പെട്ടതാണ് എന്നും ബംഗ്ലാദേശ് ഈ മുഴുവൻ മേഖലയുടെയും സമുദ്രത്തിന്റെ ഏക സംരക്ഷകനാണ് എന്നുള്ളതുമാണ് ചൈനയിൽ വെച്ച്, ഇവിടത്തെ ചിലരുടെ ചങ്കിലെ ചൈനയിൽ വെച്ച് യൂനിസ് പറഞ്ഞത്. അപ്പൊ അതിനൊരു തിരിച്ചടി കൊടുക്കണമല്ലോ. തീർച്ചയായിട്ടും. അതായത് ഇത്രയും വിടുവായുത്തം, ഈ സമുദ്രത്തിന്റെ ഏക രക്ഷകർ അവരാണെന്നാണ് പറഞ്ഞത്. അതെ, അങ്ങനെ അപ്പോ അത് പറയേണ്ട ആവശ്യമൊന്നും ബംഗ്ലാദേശിനില്ല. 24 മണിക്കൂറും അവിടെ പ്രശ്നമാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനൊന്നും യാതൊരു ചുരുക്കമില്ല. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടായി അല്ല, എനിക്ക് പലപ്പോഴും അതെ ഇന്ത്യയല്ലേ പിടിച്ചു വാങ്ങിച്ചു കൊടുത്ത പാകിസ്ഥാൻ. അതെ, അതിന്റെ നന്ദിയാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് നന്ദി കാണിക്കുന്നത്. വേറൊരു കാര്യം അറിയോ, ഈ ബംഗാളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതിൽ പകുതി കുറെ എണ്ണം ബംഗ്ലാദേശുകാരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ബംഗ്ലാദേശികളായതുകൊണ്ടാണ് CAA ഒക്കെ നടപ്പാക്കുമ്പോൾ, ഏകീകൃത സിവിൽ കോഡൊക്കെ നടപ്പാക്കുമ്പോൾ അവിടെ വിഷയം വരുന്നത് അതുകൊണ്ടാണ്. ഞാൻ ട്രെയിനിൽ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ പോലീസ് കയറിയിട്ട് ബംഗ്ലാദേശികൾ കറക്റ്റ് പോലീസ്, ഈ CA നമ്മൾ പറഞ്ഞില്ലേ കേന്ദ്ര പോലീസ് കയറിയിട്ട് കറക്റ്റ് പൊക്കിയ ഒരു അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട് ട്രെയിനിൽ വെച്ച്. അതെ, പല ഏരിയകളും ഇവർ കയ്യേറിയിട്ടുണ്ട്. അപ്പൊ ഈ വന്നിരിക്കുന്ന ആളുകൾ ആരെ പിന്തുണയ്ക്കുന്നതാണ്, ഏത് ഭീകരപ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നവരാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് നടപ്പാക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞതുപോലെ മേഘാലയ അസം ദേശീയപാതയുടെ നിർമ്മാണമാണ്. 167 കിലോമീറ്റർ ദൈർഘ്യം ആണ് ഈ പാത. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ എന്താണ് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശിനെ ഒഴിവാക്കി മ്യാൻമാറിലൂടെ മാരിടൈം ഇടനാഴി സാധ്യമാവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന പോലെ ഉണ്ടാകുമ്പോൾ അത് ബംഗ്ലാദേശിന് വലിയ തിരിച്ചടിയാവുകയാണ്. അപ്പോൾ രാജ്യസുരക്ഷയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെയൊക്കെ വികസനവും ഒക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഈ നിർദ്ദിഷ്ട ദേശീയപാത ഉണ്ടാവുന്നത്.
മേഘാലയയുടെ തലസ്ഥാനമായിട്ടുള്ള ഷില്ലോങ്ങിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ആരംഭിച്ച് മണിപ്പൂർ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന് അസമിലെ സിൽച്ചറിലാണ് ഈ പാത അവസാനിക്കുന്നത്. വടക്ക് കിഴക്കൻ മേഖലയിലുള്ള ആദ്യത്തെ അതിവേഗ ഇടനാഴിയാണ്. 22,000 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. 2030 4 വരിപ്പാത ദേശീയ പാത പൂർത്തിയാകുമെന്നാണ് ദേശീയപാത അതോറിറ്റിയൊക്കെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഏക പ്രവേശന കവാടം കൂടിയാണ് പശ്ചിമ ബംഗാളിലെ സിലിഗുരി ഇടനാഴി. അതിനെ പറയുന്നത് ചിക്കൻ നെക്ക് എന്നാണ്. ഈ പാതയിലൂടെയാണ് ഈ ലക്ഷക്കണക്കിന് ആളുകളാണ് വ്യാപാരം, വാണിജ്യം, ടൂറിസം ഇതുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്കുള്ള സൈനിക നീക്കങ്ങളൊക്കെ, കരമാർഗമുള്ള സൈനിക നീക്കവുമൊക്കെ ഇതുമായി ഈ വഴി തന്നെയാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ സിലിഗുരി ഇടനാഴി ഒരു ദുർബലമായ ഇടനാഴിയായിട്ടാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. അതായത് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ശത്രു നമുക്ക് അവിടെ വെച്ച് ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രത്യാക്രമണം നടത്താനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും. ഈ പറയുന്ന ശത്രു എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ചും ചൈനയാണ്. അതായത് ആ വഴി പോകുമ്പോൾ ഡോക്ലാം പീഠഭൂമിയിലൂടെ പോകുമ്പോൾ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഇടത്തൂടെ പോകുമ്പോൾ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുമെന്നുള്ളത് സൈനിക വിദഗ്ധരൊക്കെ പലപ്പോഴായിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പാതയ്ക്ക് ബദലാകാനായിട്ട് ഈ പറയുന്ന മേഘാലയ അസം ദേശീയപാതയ്ക്ക് സാധിക്കും. ആ മേഖലയിലൂടെ ചൈന വ്യാപാര ഇടനാഴി നടപ്പാക്കണമെന്നും അവർക്ക്, അതായത് ഞങ്ങൾ സഹായിക്കാമെന്നുള്ള തരത്തിലൊക്കെ അങ്ങേറ്റം വിദ്വേഷകരമായിട്ടുള്ള പ്രസ്താവനയൊക്കെ യൂനസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ യൂനസിനൊക്കെയുള്ള ഒരു മറുപടി, കണക്കായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപത്തിന് ശേഷം വന്ന പ്രധാനമന്ത്രിയല്ലേ ഈ യൂനിസ്? അതെ, ഇടക്കാല സർക്കാരിന്റെ തലവനാണ്, തലവനാണ്. അപ്പോ അത് യൂനിസ് ഇത്തരത്തിലൊക്കെ പറയുമ്പോഴും ഇടക്കാല സർക്കാരിന്റെ തലവനാണ്. ആ സർക്കാരും ഏത് സമയം വേണമെങ്കിലും അട്ടിമറിക്കപ്പെടാം. തീർച്ചയായിട്ടും അവിടുത്തെ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഒന്നും ശാന്തമായിട്ടൊന്നുമില്ല. അവിടെ ഈ പ്രശ്നങ്ങളെല്ലാം താൽക്കാലിക സർക്കാരാണ്. അത് ഈ പറയുന്നത് പോലെ താൽക്കാലിക സർക്കാർ എന്ന് പറയുന്നത് യൂനിസ് വരുന്നതിന് പിന്നിൽ, യൂനിസിനെ ഇപ്പൊ താൽക്കാലിക തലവനാക്കിയിരിക്കുന്നതിന് പിന്നിൽ ചില താല്പര്യ കക്ഷികളുണ്ട്. അവരുടെ താല്പര്യം മാത്രമാണ്. ഇപ്പോഴും നമ്മുടെ കൺമുന്നിലുണ്ട് മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിലെ അവസ്ഥ എന്തായിരുന്നു. അപ്പോ അതെ. അപ്പോ ഈ പറയുന്ന ദേശീയപാതയിലേക്കുള്ള പുതിയ അനുമതി വരുന്നതോടുകൂടി ഈ പറയുന്ന ബംഗ്ലാദേശിന് ഒരു തിരിച്ചടിയാണ്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ പോലെ ഈ കയറ്റിറക്കുമതിയൊക്കെ ഭാഗമായിട്ട് റെഡിമെയ്ഡ് തുണിത്തരങ്ങളും സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെയുള്ളതൊക്കെ ഇറക്കുമതിക്ക് കൊടുത്തിട്ടുള്ള ഒരു പണിയാണ്. ആ പണിക്ക് പുറമെയാണ് ഈ പറയുന്ന ദേശീയപാതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വരുന്നത്. ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ഇന്ത്യ, അതായത് എന്തുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ചെയ്തില്ല എന്ന് ചോദ്യം വരും. പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതിനേക്കാളും വളരെ ലോജിക്കലായിട്ട് ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ്. അതെ, നമുക്കൊരു കൃത്യമായ ധാരണയുടെ പുറത്ത് വേണം ഇത്തരത്തിൽ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ. നമുക്ക് എടുത്തടിച്ചൊരു അതാണ് പാകിസ്ഥാന്റെയും വെള്ളം കിട്ടാതാക്കിയപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ സംസാരിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ അതായത് ഒരുപക്ഷെ നമ്മൾ കൊടുത്തിട്ടുള്ള വ്യോമ ആക്രമണത്തെക്കാൾ മികച്ച ഒരു തിരിച്ചടിയാണ് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതെ, മാത്രമല്ല ഇനിയിപ്പോ 3ഓളം നദികളിലെ വെള്ളം അണകെട്ടി നമ്മളിലേക്ക് തന്നെ തിരിച്ചുവിടാനുള്ള നീക്കമുണ്ട്, ബ്ലോക്ക് ചെയ്യാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും അവരുടെ കാർഷിക മേഖല പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞു പോകും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഇടനാഴിയും. ആ ഇടനാഴി വരുന്നതോടുകൂടി വ്യാപാര ഇടനാഴി വരുന്നതോടുകൂടി
ബംഗ്ലാദേശിന് വലിയൊരു തിരിച്ചടി ഉണ്ടാവുകയും ഇതിൽ പരം തിരിച്ചടി വേറെ ഒന്നും ചെയ്യാനുമില്ല. അതെ. അതെ